ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ താമരശ്ശേരി ചുരത്തിലാണ്, ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ കർണാടകയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, വീരാജ്പേട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ മാനന്തവാടി വരെ പോയിട്ട് അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ ചുരത്തിൽ ബ്ലോക്കിൽ കിടന്നു കേട്ടോ. നല്ല കട്ട ബ്ലോക്കായിരുന്നു. നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുരത്തിലായതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റിയതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നല്ല തണലും ഒക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ ടിയാഗോയിലാണ് പോകുന്നത്, ഇലക്ട്രിക് വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ചാർജ് ചെയ്തിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ മാനന്തവാടി എത്തി. മാനന്തവാടിയിൽ വണ്ടി ചാർജിങ്ങിലിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഫുഡ് കഴിക്കണം, റൂമിൽ പോയി കിടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വീരാജ്പേട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴി തിരുനെല്ലി, തോൽപ്പെട്ടി വഴിയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഇതാ കാട്ടിലെത്തി കേട്ടോ. ആനക്കാടാണ്, മൃഗങ്ങളൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ. 4-5 കിലോമീറ്ററാണ് കാടുള്ളത്. അപ്പം രാത്രിയൊന്നും അധികം ആരും ഇതിൽ യാത്ര ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങൾ ഗോണിക്കോപ്പാൽ എത്തി. അവിടെ വണ്ടി ചാർജിങ്ങിലിടാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ വണ്ടി ചാർജിങ്ങിലിട്ടിട്ട് ഞങ്ങൾ അവിടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വണ്ടി പെട്ടെന്ന് തന്നെ ചാർജ് ആയിട്ട് 1/2 മണിക്കൂർ എടുത്തുള്ളൂ ചാർജ് ആവാനായിട്ട്. അപ്പോൾ ചാർജ് ആവുന്ന സമയം കൊണ്ട് ഇത് ടാറ്റയുടെ ഷോറൂമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി വണ്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും വീരാജ്പേട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ വയനാടിന് ഇപ്പുറത്തോട്ട് കർണാടകത്തിലേക്കൊക്കെ വരുന്നത്. ചേട്ടായി വന്നിട്ടുണ്ട്, പക്ഷെ ഞാനും സച്ചും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാടൊരാഗ്രഹം ഉണ്ടായിരുന്നു കുടകിലൊക്കെ ഒന്ന് വരണമെന്ന്. അപ്പോൾ അങ്ങനെ വരാൻ പറ്റി കേട്ടോ. സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മലയും ഒക്കെ, വലിയ മലകളാണ് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. പള്ളി എത്താനായി കേട്ടോ, വീരാജ്പേട്ട് പള്ളി. അവിടെ കണ്ടോ, ഒരു ഭാഗം ഫുള്ള് മലയാണ്. നല്ല രസമാണ് കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് എത്തി. പള്ളി അടിപൊളി പള്ളിയാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പള്ളിയുടെ ചുറ്റും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളാണ് കേട്ടോ ആദ്യം പള്ളിയിലെത്തിയത്. അപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല, കുടുംബക്കാരും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൊക്കെ നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ ഞങ്ങൾ.
അങ്ങനെ ഞങ്ങൾ തിരികെ പോന്നു. അപ്പോൾ വീണ്ടും കാട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആനേനെയോ എന്തെങ്കിലുമൊക്കെ കാണുമോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. റോഡിൽ കൂടെയൊക്കെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ നടുക്കൂടെയൊക്കെ ഓടുന്നുണ്ട്. അവിടെ ഒരു ആനയുണ്ട് കേട്ടോ. അപ്പം ആനേനെ കണ്ടു, പക്ഷേ വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല. വീഡിയോയിൽ ക്ലിയർ ആവത്തില്ല കേട്ടോ. കുറച്ച് ദൂരെയാണ് ആന നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ആനേനെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാ കാട്ടുപോത്തിനെ കണ്ടു. അത് ഏകദേശം അടുത്ത് റോഡിനടുത്തായിരുന്നു കേട്ടോ കാട്ടുപോത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റി. പിന്നെ ഇതാ അവിടെ സിംഹവാലൻ കുരങ്ങന്മാരാണ് കേട്ടോ ഇരിക്കുന്ന. റോഡ് സൈഡിൽ കൂടെ ഒക്കെ കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.